ഇനി റിലയബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടെക്നിക്കൽ ടേംസാണ്. ടെക്നിക്കൽ ടേംസിൽ മെയിനായിട്ട് വരുന്ന 2 ടേംസാണ് ഈ MTTF, അതായത് മീൻ ടൈം ടു ഫെയിലിയർ, MTBF, മീൻ ടൈം ബിറ്റ്വീൻ ഫെയിലിയേഴ്സ്. ഇത് രണ്ടും തമ്മിലുള്ള ഇത് രണ്ടും ഒരു 90-95% സെയിമാണ്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ മീൻ ടൈം ടു ഫെയിലിയർ നമ്മൾ റിപ്പയർ ചെയ്യാൻ പറ്റാത്ത പ്രോഡക്റ്റ്സിനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. MTBF റിപ്പയർ ചെയ്യാൻ പറ്റുന്നത്, കാരണം മീൻ ടൈം ബിറ്റ്വീൻ ഫെയിലേഴ്സാണ്. നമ്മളൊരിക്കൽ ഫെയിലായി, അത് റിപ്പയർ ചെയ്തു, സർവീസ് ചെയ്തു, റെഡിയായി, അത് പിന്നെ ഫെയിലാവും. അപ്പോൾ ബിറ്റ്വീൻ ഫെയിലേഴ്സ്. ഇവിടെ മീൻ ടൈം ടു ഫെയിലിയർ, ഒരിക്കൽ ഫെയിലായ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതെന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ട്. ആ പ്രോഡക്റ്റിന് സെയിം പ്രോഡക്റ്റ് ആണെങ്കിലും പലപ്പോഴും പല സമയത്തായിരിക്കും ഇത് ഫെയിലാവുന്നത്. എപ്പോഴും ഐഡൻറ്റിക്കലായിട്ട് ഫെയിലാവില്ലല്ലോ. അപ്പോൾ ഇതിനെല്ലാത്തിനും ഫെയിലാവുന്നത് അത് ഫെയിലാവാനുള്ളൊരു മീൻ ടൈം, നമ്മൾ എപ്പോഴാണ് ഇത് ഫെയിലാവുന്നത് എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ പോലെ, അതാണ് മീൻ ടൈം ടു ഫെയിലിയർ. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു നമ്മുടെ റിലയബിലിറ്റിയാണ്. റിലയബിലിറ്റി കൂടുമ്പോൾ ഫെയിലാവാനുള്ള ചാൻസ് കുറയുമല്ലോ എന്ന് പറഞ്ഞാൽ മീൻ ടൈം ടു ഫെയിലിയർ ടൈം കൂടും. അപ്പോൾ റിലയബിലിറ്റി കൂടുമ്പോൾ മീൻ ടൈം ടു ഫെയിലിയർ കൂടും. അതുപോലെ തന്നെയാണ് MTBF. അതുപോലെ വേറെ സാധനമുണ്ട്, ഫെയിലിയർ റേറ്റ്. ഫെയിലിയർ റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ MTTF അല്ലെങ്കിൽ MTBFൻ്റെ ഇവിടെ സ്ലാഷാണ്, ഡിവിഷനല്ല. അപ്പോൾ MTTF അല്ലെങ്കിൽ MTBFൻ്റെ റെസിപ്രോക്കലാണ്. കാരണം ഫെയിലിയർ റേറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പെർ അവറിലായിരിക്കും യൂണിറ്റ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂറിൽ എത്ര എണ്ണം ഫെയിലാവുന്നു. എൻ്റെ ഒരു 1000 റെസിസ്റ്റർ ഉണ്ടെന്ന് വെച്ചോ, ഒരു 1000 റെസിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു ഗിവൺ റിലയബിലിറ്റി ആണ്. അപ്പോൾ 1000 റെസിസ്റ്റർ 1 മണിക്കൂറിൽ എത്ര എണ്ണം ഫെയിലാവുന്നു, അതാണ് ഈ ഫെയിലിയർ റേറ്റ്. ഒരു ഗിവൺ സമയത്ത് എത്ര എണ്ണം ഫെയിലാവുന്നു. MTTF എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഫെയിലാവാൻ എത്ര സമയം എടുക്കുന്നു. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കൽസാണ്. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 20 കംപ്രസേഴ്സ് ഉണ്ട്. 20 കംപ്രസേഴ്സും 1000 മണിക്കൂർ ഞാൻ ഓപ്പറേറ്റ് ചെയ്തു. അതിൽ 14 എണ്ണം സക്സസ്ഫുള്ളി 1000 മണിക്കൂർ ഓടി. 6 എണ്ണം ഫെയിലായ സമയം ഒരെണ്ണം 450, മറ്റേ 510, 525, 610, 615, 670. ഇത്ര മണിക്കൂറിൽ ഓരോന്നും ഫെയിലായി. പക്ഷേ 14 എണ്ണം സക്സസ്ഫുള്ളായിട്ട് ഓടി. ഞാൻ ഫെയിലിയർ റേറ്റ് കണ്ടുപിടിക്കണം. ചിലപ്പോൾ MTTF അല്ലെങ്കിൽ MTBF കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഫെയിലിയർ റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, ഇപ്പോൾ ഫെയിലായത് എത്ര എണ്ണം? 6 എണ്ണമാണ് ഫെയിലായത്. അപ്പോൾ എത്ര എണ്ണം ഫെയിലാവുന്നു അതിനനുസരിച്ച് ഫെയിലിയർ റേറ്റ് കൂടുതലല്ലേ ചെയ്യുന്നത്. അപ്പോൾ മൊത്തം ഫെയിലായത് 6 എണ്ണം. അപ്പോൾ 6 എണ്ണം ന്യൂമറേറ്ററിൽ എഴുതി, ഡിനോമിനേറ്ററിൽ സമയം എഴുതി. സമയം എങ്ങനെയാണ്? കൂടുതൽ സമയം എടുത്തെങ്കിൽ അതിനർത്ഥം ഫെയിലിയർ റേറ്റ് കുറയുന്നതല്ലേ. അപ്പോൾ ഡിനോമിനേറ്ററിൽ അതുകൊണ്ടാണ് സമയം വരുന്നത്. അപ്പോൾ ഓരോന്നും എത്ര സമയം ഓടി എന്നുള്ളത് സം ചെയ്യുക. 450 + 510 + 670 അങ്ങനെ. പിന്നെ 14 എണ്ണം ഫുൾ ടൈം ഓടിയതുകൊണ്ട് അവിടെ 14 × 1000 എന്ന് വന്നു. അപ്പോൾ നമുക്കൊരു ഫെയിലിയർ റേറ്റ് കിട്ടും. അതാണ് ഫെയിലിയർ റേറ്റിൻ്റെ വാല്യൂ. അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ MTTF അല്ലെങ്കിൽ MTBF കിട്ടും.